ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കേരള കോൺഗ്രസ് എം. സിറ്റിംഗ് എം പി തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് LDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി. ജോസ് കെ മാണിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോട്ടയത്ത് നടത്തിയത്. പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനമെടുത്തതെന്നും തോമസ് ചാഴിക്കാടൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ജോസ് കെ മാണി ഇന്ന് പറഞ്ഞു. സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് അതിൻ്റെ തീരുമാനമെടുക്കുവാനുള്ള ചർച്ചകൾ നടന്നു. തീരുമാനമെടുക്കാനായിട്ട് നമ്മൾ അവരെ ഉദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരേ ഒരു പേര് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്. ആ പേര് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റിംഗ് MP-യും പാർട്ടിയുടെ വൈസ് ചെയർമാനുമായ ശ്രീ തോമസ് ചാഴികാടനാണ് കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്ന. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയം ലോകസഭ സ്ഥാനാർത്ഥിയായി ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. കോട്ടയത്ത് തനിക്ക് വിജയം ഉറപ്പെന്ന് തോമസ് ചാഴിക്കാടൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വീണ്ടും ഒരു അവസരം കിട്ടിയിരിക്കുന്നു. അത് ഫലപ്രദമായി വിനിയോഗിച്ച് വിജയിച്ച് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ വീണ്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഗുണം ചെയ്യുമെന്ന് വിശ്വാസമുണ്ട്. ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ പാർലമെന്റിനകത്തും പുറത്തും വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. ആ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ നേടുക. തോമസ് ചാഴിക്കാടനുമായി സംസാരിച്ച ടോബി ജോൺസൺ തത്സമയം ചേരുന്നു. ടോബി, അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിൽ യാഥാർത്ഥ്യങ്ങളുണ്ടോ? കോട്ടയത്തെ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ നമ്മുടെ അന്വേഷണത്തിൽ എന്താണ്? SKN വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മും തോമസ് ചാഴിക്കാടനും ജോസ് കെ മാണിയും എല്ലാം ഉള്ളത്. അതിനുള്ള ഒരു പ്രധാന കാരണം SKN പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അദ്ദേഹം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി തന്നെയാണ് ഇത്തവണയും വോട്ട് തേടാനുള്ള ഒരു നീക്കത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. അതിൽ MP ഫണ്ട് വിനിയോഗം അത് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. 100% MP ഫണ്ട് വിനിയോഗിച്ചു എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ കാര്യം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് തോമസ് ചാഴിക്കാടൻ ഇത്തവണ വോട്ട് തേടുന്നത്. കേരള കോൺഗ്രസും അതുതന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത്. മറ്റൊരു കാര്യം, ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു തീരുമാനം കേരള കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. നമ്മൾ സാധാരണ കാണാറുള്ളത് കേരള കോൺഗ്രസ് എമ്മിൽ സീറ്റ് തർക്കങ്ങൾ പലപ്പോഴായി ഉണ്ടാകാറുണ്ട്. എല്ലാ തവണയും ഈ സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് പറയുന്നത് നാടകീയ രംഗങ്ങൾക്കൊക്കെ ഒടുവിലായിരിക്കും. പല സ്ഥാനാർത്ഥികളെയൊക്കെ പരിഗണിച്ച് പല പേരുകളൊക്കെ ചർച്ചയായതിനു ശേഷമായിരിക്കും അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് സാധാരണ ഉണ്ടാകാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യമായി ഒറ്റക്കെട്ടായിട്ട് അല്ലെങ്കിൽ കൂടുതൽ പേരുകളൊന്നും തന്നെ ചർച്ചയിലേക്ക് വരാതെ, കൂടുതൽ പേരുകളെന്ന് മാത്രമല്ല ഒരു പേരും മറ്റൊരു പേരും ചർച്ചയിലേക്ക് വരാതെ കേരള കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായി എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ നോക്കിക്കാണുന്നത്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ UDF-ൽ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതും മുതലാക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി കൂടിയാണ് ഈ പെട്ടെന്നുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. കാരണം ഇതിനോടകം തന്നെ LDF-ലെ സീറ്റ് വിഭജനം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ ഒരു ആത്മവിശ്വാസം കൂടിയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. താങ്ക് യു ടോബി ജോൺസൺ. ജിയോ ഷാരു പറയുന്നു, എല്ലാ അപകടങ്ങളും നടന്നു കഴിയുമ്പോൾ മാത്രമേ ഇവിടുത്തെ സർക്കാരും പോലീസും അതിൻ്റെ പിറകെ പോകൂ എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടായാൽ പോരാ. ജിയോ ഷാരു പറയുന്നത് ചെറിയ കാര്യങ്ങളുണ്ട്, പക്ഷേ പോലീസിനൊക്കെ എവിടെയാണ് ഇപ്പോൾ സമയം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ പോലീസ് ഏരിയയിലെ ആളുകളുടെ കുറവുണ്ടെന്നേ. കുഞ്ഞു മുഹമ്മദ് പറയുന്നു, പുറ്റിങ്ങൽ ക്ഷേത്രത്തിലും ഇതുപോലെ ഒരു അപകടം നടന്നു വർഷങ്ങൾക്ക് മുമ്പ്, എന്നിട്ടും മലയാളി എന്തേ പഠിക്കാതെ? നമ്മൾ പലപ്പോഴും പഠിക്കുന്നില്ല, പഠിക്കാൻ നമ്മൾ വളരെ പിന്നോക്കമാണ് എന്നതാണ് യാഥാർത്ഥ്യം. എത്രയോ അനുഭവങ്ങൾ മലയാളികൾക്ക്, എത്രയോ വെടിക്കെട്ട് അപകടങ്ങൾ നമുക്ക് ഉണ്ടായി. അതിൽ നിന്നൊന്നും നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നതാണ് നേരെ.